സിജു ആരായിരുന്നു ആരാധകൻ? ആരായിരുന്നു? ദുബായിൽ നിന്ന് നമ്മൾ അവിടുത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളതാ എല്ലാം ഇവിടെ ഉണ്ട്. രേണുസുതി ഉണ്ട് കേട്ടോ. അടുത്ത ഷൂട്ടായിട്ടൊക്കെ ഇവിടെ കേരളത്തിൽ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് നമ്മളൊക്കെ ഉണ്ടാവും. ഇതാണ് ചേച്ചി കൊടുത്തിട്ടുള്ള ഒരു റിപ്ലൈ ആണ്, നിന്റെ തന്ത ഇല്ലല്ലോ അതാ. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. രേണു സുധി, ക്ഷമിക്കണം, രശ്മ പി തങ്കച്ചൻ പപ്പ വന്ന് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഓരോരോ മെസ്സേജസ് താണ്ടെ പുതിയ ടോപ്പിക്കായിട്ട് ചേച്ചി വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇച്ചിരിയും കൂടെ ഉള്ളിലോട്ട് പോയി ചിന്തിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ. നേരത്തെ ആണെങ്കിൽ ദിവസം ഒരു 10-30 കണ്ടന്റുകൾ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്ന രശ്മി ചേച്ചിക്ക് ഇപ്പോൾ ശബ്ദമില്ല. കാരണം എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വീഡിയോസ് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ രശ്മി ചേച്ചിയുടെ ആരോ നല്ല രീതിക്കുള്ള ടോർച്ചർ സംഭവങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് പുറത്ത് വന്നൊന്നും പറയില്ല, ലോക്കൽ മീഡിയാസിന് ബൈറ്റൊന്നും കൊടുക്കല്. നേരത്തെ രശ്മി ചേച്ചി എവിടെ പോകുന്നോ അവിടെയൊക്കെ ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് 3-4 അവന്മാർ ഉറപ്പായിട്ടും പോകുമായിരുന്നു. ഇവന്മാരെ ഒന്നും ഇപ്പോൾ കാണാനില്ല. അതായത് രശ്മി ചേച്ചി തന്നെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടേക്കുക. ഇനി നിങ്ങൾ വന്ന് പുറകെ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ അതിന് ഉത്തരം പറയും, അതെടുത്ത് വെച്ച് റിയാക്ഷൻ ചാനൽ അലക്കും. അത് വേണ്ട. അതുകൊണ്ട് തന്നെ ഫീൽഡ് ഔട്ട് ആവാറായെന്നും പലവരും പറയുന്നുണ്ട്. സത്യം പറഞ്ഞെങ്കിൽ ഈ അണഞ്ഞു നിൽക്കുന്ന സമയത്താണ് രശ്മി ചേച്ചി സെന്റിമെന്റ്സ് പിടിച്ചുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും കാണാറുള്ള സംഭവം തന്നെ. സുധിച്ചേട്ടന് ഒരു സമയം പിടിച്ചേക്ക് അടുത്ത സമയം ഋതപ്പനായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെന്റിമെന്റ്സ് രശ്മി ചേച്ചി ഇടയ്ക്ക് കൊണ്ടുവരും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും അങ്ങനെ ഒരു സെന്റിമെന്റ്സ് പിടിച്ചു വെക്കാൻ നോക്കുന്നത്. അതായത് സുധിച്ചേട്ടൻ്റെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയാണെങ്കിൽ ഇതാണ് ഋതപ്പനെ രംഗത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് രശ്മി ചേച്ചി. അതായത് റീച്ച് ഒന്നുമില്ല. അതായത് ദുബായിലും ഇനാഗ്രേഷനും പ്രൊമോഷനും സംഭവങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ കുത്തിയിരിപ്പായതുകൊണ്ട് തന്നെ അതിനകത്തൂടെ റീൽസ് ഇട്ട് എങ്ങനെ ആൾക്കാരുടെ 4 പേരെ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റാം, അല്ലെങ്കിൽ എങ്ങനെ 4 ആൾക്കാരെ തെരുവിളി മേടിച്ച് വെക്കാം, ഇതൊക്കെ തന്നെയാണ് രശ്മി ചേച്ചിയുടെ ഇപ്പോൾ സ്ഥിരം ചിന്തയായിട്ടുള്ള സംഭവങ്ങൾ. അതേകൂട്ട് തന്നെ നല്ല നെഗറ്റീവ് കമന്റ്സ് വരുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആ കമന്റ്സിനൊക്കെ പച്ചത്തെറി പൂഴ്ത്ത തെറി തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചാണ് രശ്മി ചേച്ചി കമന്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം നമുക്ക് അതിലോട്ടൊക്കെ വരാം. അതിനു മുമ്പ് രശ്മി ചേച്ചി ഇവിടെ കാണിച്ചു കൂടുന്ന കുറച്ച് കോപ്രായങ്ങൾ സത്യം പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങളത് കണ്ടു നോക്ക്. ഏതവനാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുമെന്ന് ഈ രശ്മി ചേച്ചി ആണെങ്കിൽ ഫീൽഡിൽ തുടങ്ങി. അതായത് ഈ ഒരു 1-2 വർഷം ആയാലും ചേച്ചി കത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് തുടക്കം തൊട്ട് ഈ ഒരു സമയം വരെ ഈ പുള്ളിക്കാരനെ ആദ്യമായിട്ട് കാണും ഈ ഒരു സ്ക്രീനിനകത്ത്. എന്നിട്ട് വന്നു കിടന്ന് പൊക്കി ഒരു പേരും കൂടെ പറയുന്നുണ്ട്. ഇവിടം വരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഇനിയും അങ്ങോട്ട് വരുന്നത് എനിക്ക് പേഴ്സണലായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ പറ നോക്കിക്കോ. സിജു ആരായിരുന്നു ആരാധകൻ? ആരായിരുന്നു? ഇതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. അതായത് ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതാണെങ്കിൽ പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ഒരു സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വരുന്നത്. ചേച്ചി തന്നെ ആദ്യമായിട്ട് കാണുമെന്നാ പറയുന്നത്. ഒരിക്കലും നമ്മളുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും അതേകൂട്ട് എൻ്റെ മാത്രം കാര്യമല്ല, ഒരാളും ഇച്ചിരി ബുദ്ധിയും വിവരമുള്ള ഒരാളും ആദ്യമായിട്ട് കാണുന്ന ഒരാളെ ഇരുന്ന് കെട്ടിപ്പിടിക്കാനും ഇങ്ങനെയൊന്നും നിൽക്കത്തില്ല. ഇവിടെ ആണെങ്കിൽ രശ്മി ചേച്ചി എൻ്റെ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ അത് പറയുകയാണ്, ഞാനാണെങ്കിൽ ആദ്യമായിട്ട് കാണുക പുള്ളിക്കാരനെ, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ഹഗ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ പൊന്നു രശ്മി ചേച്ചി, പരിചയമില്ലാത്തവരെ ചില കൊച്ചു പിള്ളേരുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കും, പരിചയമില്ലാത്തവരെ മുട്ടായി മേടിക്കരുത്. ഇതേ ഒരു കാര്യം തന്നെ രശ്മി ചേച്ചിയുടെ കാര്യത്തിൽ വന്നായിരുന്നെങ്കിൽ ഞങ്ങളുടെ തങ്കച്ചൻ പപ്പ ഇതൊന്നും കാണുന്നില്ലയോ എന്തോ. എൻ്റെ പൊന്നു രശ്മി ചേച്ചി, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതിൻ്റെയൊക്കെ ഒരു അവസ്ഥ, ആ ഒരു കൊച്ചാ ഋതപ്പൻ, ആ കൊച്ചിനെങ്കിലും ഒന്ന് ഓർത്തുകൂടെ? ഇവിടെ വന്നുകിട്ട് വെറും ഷോ എന്നേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. വന്നിടത്ത് കാണിക്കുന്ന നോക്കിക്കോട്ടെ. ചേച്ചി വിചാരിക്കുന്ന ഇതായതുകൊണ്ട് വലിയ കാര്യമാണ്. മീഡിയയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴേക്ക് കയറി അങ്ങ് കത്തി പിടിക്കുക. അതിൻ്റെ കമൻറ്റ് ബോക്സ് ചേച്ചി ഒന്ന് എടുത്ത് നോക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുഴുത്ത തെറി വിളിച്ച ആൾക്കാർ ഇട്ടേക്കുന്നത് ആര് കണ്ടോണ്ടിരിക്കും? ഇതൊക്കെ ഇത്രയും പ്രഹസനങ്ങൾ സംഭവങ്ങൾ ചേച്ചി വന്ന് കാണിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നല്ല ഇച്ചിരി ബുദ്ധിയും വിവരമുള്ള ആരും ഇത് കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇനി ലോക്കൽ മീഡിയാസിൽ ഓരോരോ ബൈറ്റ്സ് ചേച്ചി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്കിൽ പോലും ഒരു പരിധി വിട്ട് ചേച്ചി പറയുന്നില്ല പണ്ടത്തെ കൂട്ട്. പണ്ട് വിവരക്കേട് വിളിച്ചു വിളമ്പി നടക്കുന്ന രശ്മി ചേച്ചി ഇപ്പോൾ ഒരു ലിമിറ്റൊക്കെ വെച്ചേ സംസാരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ 8ന്റെ പണി ചേച്ചിക്ക് കിട്ടുമെന്ന് ചേച്ചിക്കറിയാം. അത് തന്നെയാണ് കാരണമായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു വിഷയമാണ്, ചേച്ചി സെന്റിമെന്റ്സ് പിടിച്ചു പറ്റാൻ നോക്കുന്നു. ഋതപ്പനെ വെച്ച് ചേച്ചി സെന്റിമെന്റ്സ് പിടിച്ചു പറ്റാൻ നോക്കുന്നു. എന്തായാലും ആ ഋതപ്പൻ, ആ കൊച്ചിന് പാട്ട് പാടാനൊക്കെ അത്യാവശ്യം നല്ല കഴിവുണ്ട്. ഈ പ്രായത്തിൽ തന്നെ ആ കൊച്ചു പാട്ട് സംഭവങ്ങളൊക്കെ പാടുന്നുണ്ട്. നല്ല കഴിവ് തന്നെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കൊച്ചും കൂടാ. ആ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ പാടിപ്പിക്കുന്നതൊന്നും വലിയ കാര്യമല്ല. ചേച്ചി വിചാരിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് നല്ല ഫെയിം ഈ ഒരു പ്രായത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പാട്ട് കൊണ്ട് തന്നെ കൊച്ചു നല്ല രീതിക്ക് വൈറലായി
പോവുകയും ചെയ്യും. പക്ഷേ ഈ കൊച്ചിനെ ഒന്നും കൊണ്ടുവരാത്ത രേഷ്മി ചേച്ചി എവിടെയെങ്കിലും ചേച്ചിയുടെ ആ ഒരു റീച്ച് അങ്ങോട്ട് കാണഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ഈ കൊച്ചിൻ്റെ അടുത്തിടുന്നത്. അല്ലാതെ റീച്ച് കത്തി നിൽക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ അടുത്തിടത്തില്ല. റീച്ചൊന്നും ഇല്ലാതെ, പ്രൊമോഷനൊന്നും ഇല്ലാതെ, ഇനാഗ്രേഷൻ ഒന്നും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുകയോ രേഷ്മി ചേച്ചി അന്ന് ആ കൊച്ചിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എന്തിന് റീച്ച് കുതിച്ച് കയറ്റാൻ. ഇതല്ലാതെ പിന്നെ ആൾക്കാർ എന്തോ പറയണം. ചേച്ചി ഇങ്ങനെ റീച്ച് കത്തി നിൽക്കുമ്പോൾ കൊച്ചിനെ എടുത്തിട്ട് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ പാട്ട് കൊള്ളാം നല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴും ആ കൊച്ച് നല്ലോണം തന്നെ പാടുന്നുണ്ട്. പക്ഷേ ചേച്ചിക്ക് റീച്ച് ഇല്ലാത്തതുകൊണ്ട് അത് റീച്ച് ആക്കാൻ വേണ്ടി മാത്രമാണ് കൊച്ചിൻ്റെ വീഡിയോ ഇട്ടേക്കുന്നത്. എന്തായാലും ആ പാട്ട് ഞാനൊന്ന് കേൾപ്പിച്ചാൽ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഒരു പാട്ട് പാടാവോ? ഇതിനകത്തെ പാട്ടാ? എന്തായാലും കൊള്ളാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാട്ട് രേഷ്മി ചേച്ചിയുടെ കാര്യത്തിൽ നമുക്ക് ആപ്ലിക്കബിൾ ആക്കാം. അതായത് രേഷ്മി ചേച്ചിയുടെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി. അതായത് രേഷ്മി ചേച്ചി ഇത് റീച്ചിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ആൾക്കാരെല്ലാം തൂക്കി രേഷ്മി ചേച്ചി വിചാരിച്ച എൻ്റെ കൊച്ചിൻ്റെ ഒരു പാട്ട് എടുത്തിടുമ്പോഴേക്ക് ആൾക്കാർ അയ്യോ എൻ്റെ പൊന്നു കുഞ്ഞു പാട്ട് പാടുന്നുണ്ടല്ലോ നല്ല കഴിവ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് അയക്കുമെന്ന്. കൊച്ചിൻ്റെ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ കമൻറ്റ് ബോക്സ് രേഷ്മി ചേച്ചിക്ക് വിപരീതമാണല്ലോ. അതായത് രേഷ്മി ചേച്ചി ഇത് റീച്ചിന് വേണ്ടി കളിച്ചാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ മാത്രം അഭിപ്രായമല്ല, ഇതിന്റെ കമന്റ് ബോക്സ് അതിനേക്കാളും വലിയ കോമഡി. എന്തായാലും ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിച്ചു തരാം. ഇനി കൊച്ചിന്റെ കൂടെ കൂടി അവൾ സെൻറ്റി അടിക്കുക. അതിന്റെ താഴെ വന്നിട്ടുള്ള റിപ്ലൈ ആണ് ഇപ്പൊ നാറി കൊച്ച അസുറുടെയോ ആരുടെ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരുടെ ആയിക്കഴിഞ്ഞാലും എൻ്റെ പൊന്നി രേണു ചേച്ചി പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. രേഷ്മി ചേച്ചിക്ക് ഇതൊക്കെ കാണിക്കാമെങ്കിൽ അതിനെ വിമർശിക്കാൻ ആൾക്കാർക്ക് റൈറ്റ്സ് ഉണ്ട്. അതായത് ഒരു അമ്മയും അച്ഛനും ഒക്കെ ആയിരിക്കും ഇതേകൂട്ടുള്ള കമൻറ്റ്സ് അയക്കുന്നത്. അവർക്കും മക്കളുണ്ട്. അവരുടെ മക്കളെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും സഹിക്കത്തില്ല. ആ രീതി വെച്ചാൽ ചേച്ചിക്ക് ഇങ്ങനെ വന്ന് കമൻറ്റ് അയച്ചു. അപ്പോൾ ചേച്ചി അതിനും ഇങ്ങനത്തെ ഒക്കെ അത്രയും മോശമായിട്ടുള്ള കമൻറ്റ്സ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ പറയാനാ. ഇതൊന്നുമല്ല, തന്തയ്ക്കും തള്ളയ്ക്കും പച്ചയ്ക്ക് വിളിച്ച് രേഷ്മി ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ളൊരു കമൻറ്റാണ് പാവം ഇതിൻ്റെയൊക്കെ ഒരു വിധി. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ ദിവസങ്ങൾ കഴിയും തോറും ചേച്ചി ആണെങ്കിൽ റീച്ച് കുറഞ്ഞ് വരുമ്പോൾ സെന്റിമെന്റ്സ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും കാണിക്കും. ചിലപ്പോൾ സുധിച്ചേട്ടനായിരിക്കും, ചിലപ്പോൾ ഋതപ്പനായിരിക്കും. അതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് രേഷ്മി ചേച്ചിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് കടത്തി വിടുന്നില്ലേ പോകാൻ, അതായത് ഉദ്ദേശിച്ച മറ്റേ സ്വർണ്ണക്കടത്ത് തന്നെ. അപ്പൊ അതിന്റെ താഴെ ചേച്ചി കൊടുത്തിട്ടുള്ള ഒരു റിപ്ലൈ ആണ് നിന്റെ തന്ത ഇല്ലല്ലോ അതാ. എന്തുവാ ചേച്ചി സത്യം പറഞ്ഞു, ഞാനകത്ത് വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഫണ്ണൊരു രീതിയിലായിരിക്കും പുള്ളിക്കാരൻ ഇട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 16 ലൈക്കോളം ആ കമൻറ്റിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 16 പേർക്ക് പറയാനുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരൻ കമൻറ്റിൽ കൂടി ഇട്ടിട്ടുള്ളത്. ഇവിടെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനില്ല, ഒരു ആയിരക്കണക്കിന് ആൾക്കാരെങ്കിലും ഇതേ സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേകൂട്ട് തന്നെ റിയാക്ഷൻ ചാനൽസ് തലങ്ങും വിലങ്ങും ഇത് പറയുന്നുണ്ട്. ഒരു മീഡിയക്കാർ ചേച്ചിയെടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമില്ല, ചേച്ചി ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുമില്ല. ഇനിയും വന്നിട്ടുണ്ട് കുറെ കമൻറ്റ്സ്. ഇത്രയും നാൾ മോനെ കാണിക്കണ്ടായിരുന്നു, ഇതൊക്കെ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ റീച്ച് അതുക്കും മേലെ കിട്ടിയേനെ. സത്യം, ആരും ദുബായിൽ കൊണ്ട് പോകുന്നില്ലേ, അങ്ങനെയൊക്കെ വീഡിയോ ഇട്ടത് കൊണ്ട് വീട്ടിലിരിക്കുന്നു സെലിബ്രേറ്റ്. അതിൻ്റെ താഴെ രേഷ്മി ചേച്ചി കൊടുത്തിട്ടുള്ള റിപ്ലൈ ആണ് നിന്റെ തള്ളയുടെ കാര്യം ഇവിടെ വിളമ്പണ്ട. എൻ്റെ പൊന്നു രേഷ്മി ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ചേച്ചിക്ക് ഈ കമൻസിന് മാത്രമേ റിപ്ലൈ കൊടുക്കാനേ സമയം കാണത്തുള്ളൂ. ഈ ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും വന്ന് കാണിക്കാം. സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോമും മെറ്റ എന്നുള്ള പ്ലാറ്റ്ഫോമും സബ്സ്ക്രിപ്ഷൻ എനിക്ക് വേണ്ടി തന്നിരിക്കുകയാണ് എന്നാണ് രേഷ്മി ചേച്ചി പറയുന്നത്. എന്നും പറഞ്ഞ് എന്ത് വിവരക്കേട് വേണമെങ്കിലും കാണിക്കാം. അതിന് ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമോ? ഒരിക്കലും ഇല്ല. ചേച്ചി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് വരും. നല്ല കണ്ടന്റ് എടുത്തവർക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന സമയത്ത് ആ ചേച്ചി ഇതേപോലുള്ള മോശം ടോപ്പിക്കുകൾ മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ അതിന് നെഗറ്റീവ് വന്നെന്നും പറഞ്ഞ് രേഷ്മി ചേച്ചി അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കാൻ പോകുന്നത്. ചേച്ചിക്കാരെ അധികാരം തന്നിങ്ങനെ വിളിക്കാൻ വേണ്ടി തെറിവാക്കുകൾ ഇല്ലാതെ കമന്റ് അയച്ചാൽ പോലും ഇതിന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന രേഷ്മി ചേച്ചി എന്തോ പറഞ്ഞാൽ പറ്റി. നിങ്ങൾ തന്നെ കമന്റ് ഇടും. അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരാളാണ് നമ്മളുടെ സ്വന്തം അഭിലാഷേട്ടനെ എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ. പുള്ളിക്കാരിയുടെ നമ്മുടെ രേഷ്മി ചേച്ചിയുടെ വലങ്കയാണ്, സ്വന്തം ഏട്ടനാണ്. അതായത് 3-4 ഏട്ടന്മാർ നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും പുള്ളിക്കാരനും കൂടെ ഒരു ഏട്ടനാണ് നമ്മുടെ രേഷ്മി ചേച്ചി. അഭിലാഷേട്ടോ എന്നാണ് രേഷ്മി ചേച്ചി വിളിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് അഭിലാഷേട്ടനെ കുറിച്ച് നമ്മുടെ രേഷ്മി ചേച്ചി പൊക്കി പറയുന്നതാണ്. നമുക്കൊന്ന് കേൾക്കാം, നോക്കിക്കോ.
അതെ അഭിലാഷേട്ടെ മുടി വെട്ടേണ്ട കേസ് പറഞ്ഞിട്ട് വെട്ടി വന്നിട്ട് വെട്ടാൻ വേണ്ടി കൊണ്ടുപോയി പൈസ കൊടുക്കോ? കൊണ്ടുപോകണം കേട്ടോ. പൈസ ഇല്ല. രേണുസുതി കമന്റ് ഇട്ടാ മുടി വെട്ടും. So we have മുടി ആരെങ്കിലും വെട്ടായിരുന്നു അവര് മുടി വെട്ടും. ഞാൻ വിചാരിച്ച അഭിലാഷ് ചേട്ടന്റെ തല അങ്ങ് വെട്ടിക്കളയാൻ വേണ്ടി രേഷ്മ ചേച്ചി പറയുവാന്ന്. എന്തായാലും ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ആൾക്കാർ അപേക്ഷിക്കുകയാണ്. അതായത് എൻ്റെ പൊന്നി രേഷ്മ ചേച്ചി നിങ്ങൾ ഒന്നും ചെയ്യണ്ട, പുള്ളിക്കാരൻ താടി വെട്ടണ്ട, മുടി വെട്ടണ്ട, ഒന്നും ചെയ്യണ്ട, പക്ഷെ ഒന്ന് അടിച്ച് നനച്ചൊന്ന് കുളിക്കേ എന്നാണ് ആൾക്കാർ കമന്റ് ഇട്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തുവാണ് നിങ്ങളുടെയൊക്കെ ആ ഒരു ലൂപ്പിൽ പെട്ട നിങ്ങളുടെ എല്ലാവരുടെ യൂണിവേഴ്സിറ്റി പെട്ട എല്ലാ ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെ. നെഗറ്റീവ് കമന്റ്സ് രേഷ്മ ചേച്ചി ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് എല്ലാവർക്കും നെഗറ്റീവ് വന്ന് മറിയുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് രേഷ്മ ചേച്ചി അതിനു വേണ്ടിയുള്ള നെഗറ്റീവ് കൊടുക്കുന്ന രീതിയിലാണ് വീഡിയോ എല്ലാം ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. മീഡിയക്കാരത്ത് രേഷ്മ ചേച്ചി ഒരു വീഡിയോ ഇടലെന്ന് പറഞ്ഞ് ഇടത്തില്ല, പക്ഷെ ഇവന്മാരെ എല്ലാം കൂടെ കുത്തി ഇടിയിപ്പിക്കുന്നത് രേഷ്മ ചേച്ചി തന്നെ. അതേകൂട്ട് അവന്മാർക്ക് ചോദ്യം പറഞ്ഞു കൊടുക്കുന്നത് രേഷ്മ ചേച്ചി തന്നെ, അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് രേഷ്മ ചേച്ചി തന്നെ. എല്ലാത്തിനും കാരണക്കാരി രേഷ്മ ചേച്ചി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മീഡിയക്കാരെടുത്ത് വീഡിയോ ഇടുന്നത് ഈ നെഗറ്റീവ് കമന്റ്സ് വന്ന് മറിയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ രേഷ്മ ചേച്ചിയുടെ ഒരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ട് രേഷ്മ ചേച്ചി അതിനെ വെള്ളം പൂശാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എന്തെങ്കിലും ഒരു വിഷയം രേഷ്മ ചേച്ചിക്ക് എതിരെയായിട്ട് രൂക്ഷ വിമർശനം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തന്നെ വെള്ളം പൂശി രേഷ്മ ചേച്ചി. ഒരിക്കലും അത് കേട്ടോണ്ടിരിക്കത്തില്ല, അതിന് ക്ലാരിറ്റി കൊടുക്കുക. ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് ഇനി രേഷ്മ ചേച്ചി ക്ലാരിറ്റി കൊടുക്കാൻ കിടപ്പുണ്ട് എങ്കിൽ പോലും ചിലതിനൊക്കെ ക്ലാരിറ്റി കൊടുത്ത് പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒന്ന് ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം, ജസ്റ്റ് മീറ്റപ്പ്. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവിൽ, നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടിട്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവിച്ചെന്നാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല ആ ചാറ്റ് എന്തുവാന്ന്. ഞാൻ അതിനകത്ത് എന്താ പറഞ്ഞത്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ അതിന് മുന്നേ ലൈവ് പോയപ്പോൾ ഞാൻ പറഞ്ഞു അത് കൊള്ളാം. നമ്മളാരും ഒന്നും പറഞ്ഞിട്ടില്ല. രേഷ്മ ചേച്ചി എല്ലാം കൂടെ അവസാനം നമ്മളെ ഈ വ്യൂവേഴ്സ് കാണികളുടെ മണ്ടലോട്ട് അടിച്ചു തരാനാണ് നോക്കുന്നത്. പക്ഷേ എല്ലാം കൂടെ തിരിച്ച് രേഷ്മ ചേച്ചിക്ക് അതിൻ്റെ കണക്കിന് കിട്ടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ രേഷ്മ ചേച്ചി മറ്റ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട്. അതിനകത്ത് എഴുതിയേക്കുന്ന സംഭവങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് സംഭവങ്ങളെ ഈ ഒരു പോസ്റ്റിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്നാമത്തെ സംഭവം അതിൻ്റെ ക്യാപ്ഷന്, രണ്ടാമത്തെ സംഭവം ആ ഫോട്ടോയും. ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് എന്നെ ഊക്കാൻ ഞാൻ മാത്രം മതി. ഇന്നത്തെ ചേച്ചി സ്വന്തമായിട്ട് ഇങ്ങനെ ഊക്കിക്കൊണ്ടിരുന്നിട്ട് മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ചേച്ചിക്ക് ഇങ്ങനെ തെറി വിളിക്കാൻ തോന്നത്തുള്ളൂ. സ്വന്തമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇൻസ്റ്റഗ്രാമിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി സ്വന്തമായിട്ട് ചേച്ചി ഇഷ്ടംപോലെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ചേച്ചിയെ തന്നെ നയൻതാരയ്ക്ക് പകരം പഴുതാര, അങ്ങനെ മറ്റും പല്ലി, ഇതൊക്കെ ചേച്ചി സ്വന്തമായിട്ട് ചേച്ചിയെ തന്നെ വിളിക്കുന്ന പേരുകളാണ്. ഇത് മറ്റുള്ളവർ ചേച്ചി വിളിക്കുന്ന കേട്ടിട്ട് മറ്റുള്ളവർ ഏറ്റു പറയുമ്പോൾ അവർക്കെതിരെ രൂക്ഷ വിമർശനമായിട്ട് രേഷ്മ ചേച്ചി പോകുന്നതാണ് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച. രണ്ടാമത്തെ കാര്യം ഫോട്ടോ. അത് വിശുദ്ധമായിട്ടുള്ള സ്ത്രീയുടെ ഫോട്ടോ മാതിരി താഴെ ട്യൂൺ ചെയ്ത് വെച്ചിട്ട് രേഷ്മ ചേച്ചി അതിനകത്തൊരു നന്മവരം മാതിരി. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ താഴത്തെ ഫോട്ടോ ആരെ ഉദ്ദേശിച്ചു. അത്രയ്ക്ക് അങ്ങ് വിശുദ്ധിയാണെന്നാണ് രേഷ്മ ചേച്ചി ഉദ്ദേശിക്കുന്നത്. അവരുടെ വിലയും കൂടെ കളയില്ല, എത്രയും നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. ഓരോ റീച്ച് പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ട്രോളാൻ പറ്റുന്ന രീതിയിൽ ഇട്ടങ്ങ് കൊടുക്കുക രേഷ്മ ചേച്ചി. ഇത് തന്നെയാണ് വേണ്ടത്. ആൾക്കാർ എടുത്ത് വെച്ച് ട്രോളണം, നെഗറ്റീവ് അയക്കണം, അതിന് ചേച്ചി നല്ല റിപ്ലൈ കൊടുക്കും. അതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റഗ്രാം പിന്നെയും കുറേ ആൾക്കാരിലോട്ട് റെക്കമെൻഡ് ചെയ്ത് വിടും. ഇത് തന്നെയാണ് ഈ ചേച്ചിക്ക് വേണ്ടത്. അതുകൊണ്ട് ഇനിയും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ. എത്ര തെറിവിളി കേട്ടാലും രേഷ്മ ചേച്ചി രംഗത്തുനിന്ന് പോകത്തില്ല. ചേച്ചി ഇങ്ങനെ തന്നെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ നോക്കിക്കോ, ഇനിയും ഇതോടുള്ള നെഗറ്റീവ് കൊണ്ട് രേഷ്മ ചേച്ചി രംഗത്ത് വന്നിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം, ഇതിനെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കാം, വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 25K സബ്സ്ക്രൈബ് ആക്കി തന്നേക്കണം. എന്തായാലും ഇതൊക്കെ കണ്ട് മടുത്തര സത്യം പറഞ്ഞ ഈ രേഷ്മ ചേച്ചിയുടെ കാര്യം കുറച്ച് കടുപ്പമാണേ. എന്തായാലും അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രൈറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.